നമസ്കാരം. സീതാന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനുമാൻ ലങ്കയിൽ പോയതും ലങ്കയിൽ നിന്ന് മടങ്ങി വന്നതുമായ കാര്യങ്ങൾ ശ്രീരാമദേവനെ കണ്ട് ഹനുമാന്റെ നേതൃത്വത്തിൽ തെക്കോട്ട് പോയ വാനര സംഘം ബോധ്യപ്പെടുത്തി. ഒപ്പം ഹനുമാൻ സീതാദേവി പറഞ്ഞേൽപ്പിച്ച രഹസ്യവാചകങ്ങളും സീതാദേവി അടയാളമായി കൊടുത്ത ചൂടാമണിയും ശ്രീരാമദേവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഹനുമാൻ പറയുകയുണ്ടായി. ഇത് കണ്ട് ശ്രീരാമദേവൻ അത്യധികം സന്തുഷ്ടനായി. അത് കഴിഞ്ഞ് കുറേ അധികം സമയം അദ്ദേഹം മൗനം അവലംബിച്ചിരുന്നു. കടൽ കടന്ന് പോകുന്നതിനെക്കുറിച്ചും മൈഥിലിയുമായി ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് ആയിരിക്കും ഭഗവാൻ ശ്രീരാമദേവൻ ഈ വിധം അങ്ങനെ മൗനമായി ഇരുന്നത് എന്നാണ് എല്ലാവരും കരുതിയത്. ശ്രീരാമദേവന്റെ മുഖത്തുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവരും സശ്രദ്ധം വീക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാനരരാജാവ് സുഗ്രീവൻ ദേവന്റെ അടുത്തേക്ക് വന്ന് മെല്ലെ സംസാരിച്ചു തുടങ്ങി. തുടർന്ന് ലങ്കയിലേക്ക് പോകുന്നതിനെക്കുറിച്ചും സീതാദേവിയെ മടക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ശ്രീരാമദേവൻ പൂർവ്വസ്ഥിതിയിലായി. തൻ്റെ മുഖത്ത് സദാ കാണുന്ന പുഞ്ചിരിയും ഒപ്പം ഗൗരവവും ഒരേപോലെ തന്നെ മുഖത്തേക്ക് കടന്നു വന്നു. വാനര സേനാ പ്രമുഖരെയൊക്കെ തന്നെ നിലനെയും ഗവേനെയും ജംഭവാനെയും ഒക്കെ പേരെടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് ശ്രീരാമദേവൻ അവരോട് സംസാരിച്ചു തുടങ്ങി. യുദ്ധത്തിനായി പോകുവാൻ തയ്യാറാകുന്ന വാനര സൈന്യത്തോട്, വളരെ ആവേശഭരിതരായിരിക്കുന്ന വാനര സൈന്യത്തോട് അവരോരോരുത്തരും ആരുടെ പിന്നിലാണ് അണിനിരക്കേണ്ടത് എന്നുള്ള നിലയിലും ആരാണ് ഓരോ വിഭാഗം വാനര സമൂഹത്തെ നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ശ്രീരാമദേവൻ വ്യക്തമായ നിർദ്ദേശം നൽകി. ഒരു യുദ്ധം നയിക്കുവാൻ തയ്യാറായി ശ്രീരാമദേവൻ മാറുന്നു എന്ന് കണ്ടപ്പോൾ വാനര സൈന്യത്തിന് വല്ലാത്ത ആവേശമുണ്ടായി. യുദ്ധം ചെയ്യുവാനുള്ള ഒരു തീവ്രമായ മോഹം വാനരസേനാംഗങ്ങളിൽ ഇങ്ങനെ ജ്വലിച്ചുയർന്നു. അവർ പലരും തങ്ങളുടെ കൈകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന പാറമേൽ ഇടിക്കുകയും വൃക്ഷങ്ങളിൽ ഇടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ശക്തി തെളിയിക്കുകയായിരുന്നു. മർക്കടന്മാരുടെ കടുത്ത ഇടിയേറ്റ് പല പാറകളും പിളർന്നു പോവുകയും വൃക്ഷങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു. മതയാനകളെ പോലും നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കരുത്തന്മാരായ വാനരന്മാരാണ് പലരും. അങ്ങനെ ലക്ഷോപലക്ഷം വാനരന്മാർ
ഈ വാനര സമൂഹത്തെ യുദ്ധസജ്ജമാക്കിയപ്പോൾ അവർ ആർപ്പ് വിളിച്ചു. യുദ്ധം ചെയ്യുവാനുള്ള ഒരു ഉത്സാഹം കാണിച്ചുകൊണ്ട് ശ്രീരാമദേവനും സീതാദേവിക്കും ജയ് വിളിച്ചു. ഒപ്പം രാവണനെ പോരിന് വിളിക്കുവാനും തുടങ്ങിക്കൊണ്ട് ബഹളം വെച്ചു. അപ്പോൾ ശ്രീരാമദേവൻ കൈയെടുത്ത് കാണിച്ച് നിശബ്ദരാകാൻ പറഞ്ഞു. അപ്പൊ ദേവൻ പറയുന്നതനുസരിച്ച് എല്ലാ ആൾക്കാരും, എല്ലാ വാനരരും ഈ വിധം യുദ്ധത്തിനൊരുങ്ങി അവിടെ നിരയായി നിന്നു. അവിടെ നിന്ന് മെല്ലെ ശ്രീരാമദേവൻ മുന്നോട്ട് നടക്കുവാനുള്ള തീരുമാനമെടുത്തു. ഒപ്പം ഹനുമാനെയും സുഗ്രീവനെയും ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങി. ഹനുമാനോട് ശ്രീരാമദേവന് എന്തെന്നില്ലാത്ത ഒരു സ്നേഹമായിരുന്നു. ഹനുമാൻ സീതാദേവിയെ കണ്ട് മടങ്ങി വന്ന് അടയാളാഭരണവും കൈമാറി അടയാളവാക്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ സന്തോഷം കൊണ്ട് ശ്രീരാമദേവൻ നിൽക്കുമ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ ഹനുമാൻ ദണ്ഡനമസ്കാരം ചെയ്തു. ശ്രീരാമദേവൻ ഹനുമാനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നാം ഉള്ളിടത്തോളം കാലം നീയുമുണ്ടാകും. നിനക്ക് സമാനനായി ഒരു ഭക്തനും ലോകത്ത് ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല. ഈ വിധത്തിലുള്ള ഒരു അനുഗ്രഹം ഹനുമാന് ശ്രീരാമദേവൻ നൽകുകയുണ്ടായി. ആ ഹനുമാനെയാണ് കൂടെ ചേർത്തുകൊണ്ട് ശ്രീരാമദേവൻ മുന്നോട്ട് നടന്നു നീങ്ങിയത്. ശ്രീരാമദേവനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും നീലനും ജാമ്പവാനും ഗവയനും തുടങ്ങിയ എല്ലാ വാനരശ്രേഷ്ഠന്മാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം വാനർ നടന്ന് കടൽക്കരയിലെത്തി. കടൽ കണ്ടപ്പോൾ വാനരന്മാർ ഭയന്നു. ഈ കടൽ എങ്ങനെ ചാടിക്കിടക്കും? ഹനുമാൻ ചാടി എന്നവർക്കറിയാം. കടൽ കടന്ന് എങ്ങനെ പോകും? അവർ കടലിലേക്ക് നോക്കിയപ്പോൾ വളരെ വലിയ തിമിംഗലങ്ങൾ, ഒന്നല്ല 10 വാനരന്മാരെ ഒന്നിച്ചു വിഴുങ്ങാൻ പ്രാപ്തിയുള്ള തിമിംഗലങ്ങൾ ഇങ്ങനെ വായു പൊളിച്ച് കടലിൽ കുത്തിമറിയുന്നത് ഇവർ കാണുകയാണ്. ചില വാനരന്മാർ ഭയന്ന് പിന്നോട്ട് മാറി നിന്നു. ഇനി കടൽക്കരയിൽ ഇവർ എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ പെട്ടു നിൽക്കുമ്പോൾ ശ്രീരാമദേവന്റെ മനസ്സിൽ തുറന്നു ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നു. ഈ അവസരത്തിൽ ലങ്കയിൽ വളരെ ശ്രദ്ധേയമായ ചില സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. ഹനുമാൻ തകർത്ത് നശിപ്പിച്ചിട്ട് പോയ ലങ്ക എന്നിട്ട് ചാമ്പലാക്കിയെന്നതിന് പറയാം. ചാമ്പലാക്കിയ ലങ്ക രാവണൻ ഏൽപ്പിച്ച അഭിമാനക്ഷതം വളരെ വലുതായിരുന്നു. രാവണൻ ഒരു കുരങ്ങനാൽ തൻ്റെ രാജധാനി ഈ വിധം നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് രാവണനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അത് ആ നിലയിൽ തകർന്നുപോയ ലങ്ക
രാവണന് പകർന്ന മനസ്സിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ഉൾഭയവും നാണക്കേടും വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു. രാവണൻ ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മദേവനെ കണ്ടു. ലങ്കയിലുണ്ടായ ദുരന്തം വിശദീകരിച്ചു. ബ്രഹ്മദേവൻ അതെല്ലാം കേട്ടു. ബ്രഹ്മദേവന്റെ വളരെ തീവ്രമായ ഭക്തി പുലർത്തുന്ന ആളാണ് രാവണൻ. ബ്രഹ്മദേവൻ നൽകിയിട്ടുള്ള അനേകം വരങ്ങളുടെ ബലത്തിലാണ് രാവണൻ ഇത്രയധികം അഹങ്കാരിയായി മാറിയത്. ബ്രഹ്മദേവൻ അറിയാം രാവണന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ രാവണൻ ബ്രഹ്മദേവനെ ലങ്ക കാണുവാൻ വിളിച്ചു. ഒരു വാനരനാൽ നശിപ്പിക്കപ്പെട്ട ലങ്ക കാണുവാൻ വിളിച്ചു. 2 മനുഷ്യർ പറഞ്ഞയച്ച ഒരു വാനരൻ ചെയ്ത പ്രവൃത്തി കാണിക്കുവാനായി ബ്രഹ്മദേവനെ ലങ്കയിലേക്ക് വിളിച്ചു. ബ്രഹ്മദേവൻ ലങ്കയിൽ വന്നു. ഇതെല്ലാം കണ്ടു. ബ്രഹ്മദേവൻ അപ്പോൾ തന്നെ മയനെ വിളിച്ച്, അസുരശില്പിയായ ദൈത്യശില്പിയായ മയനെ വിളിച്ച് ലങ്ക പുതുക്കി പണിയുവാൻ നിർദ്ദേശിച്ചു. മയന്റെ വളർത്തുമകളാണല്ലോ രാവണന്റെ ഭാര്യ മണ്ഡോദരി. അപ്പൊ മയൻ അവിടെ എത്തി ലങ്ക മുൻപുണ്ടായിരുന്നതിനേക്കാളും അതിമനോഹരമായി, കൂടുതൽ മികവോടുകൂടി, കൂടുതൽ തിളക്കത്തോടുകൂടി അതിമനോഹരമായി നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ പുനർനിർമ്മിക്കപ്പെട്ട ലങ്ക രാവണന് സന്തോഷം പകർന്നു. പക്ഷേ രാവണന്റെ മനസ്സിൽ ഇത് നശിപ്പിക്കപ്പെട്ടതിലുള്ള ദുഃഖവും അപമാനക്ഷതവും മാറിയിരുന്നില്ല. രാവണൻ രാജസദസ്സ് വിളിച്ചുകൂട്ടി. രാജസദസ്സ് വിളിച്ചു കൂട്ടുമ്പോൾ രാവണന്റെ അടിമകളായി അവിടുള്ള ഋഷിമാരും ദേവഗണങ്ങളും രാവണൻ വെഞ്ചാമരം വിശ്വാസം നിൽക്കുന്ന ഉർവശി, മേനക, രംഭതിലോത്തമമാരെന്ന് പറയുന്ന ദേവ നർത്തകിമാരും ഒക്കെ തന്നെ രാവണന്റെ സദസ്സിലുണ്ടായിരുന്നു. രാവണൻ അവരോടെല്ലാം പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ആവശ്യമായ ആൾക്കാർ മാത്രം, രാവണൻ നിർദ്ദേശിച്ച, രാവണനുമായി വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം അവിടെ സദസ്സിൽ ഇരുന്നാൽ മതി എന്ന നിർദ്ദേശം നൽകി. തികച്ചും ദൈത്യരുടെ ഒരു രാജസദസ്സായി മാറി. രാവണൻ സംസാരിച്ചു. തൻ്റെ സിംഹാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് തന്നെ മീശയൊക്കെ തടവി ഗൗരവപൂർവം സംസാരിച്ചു തുടങ്ങി. ഒരു വാനരൻ ചെയ്തു കൂട്ടിയ ഈ അക്രമം നമുക്ക് നൽകിയിരിക്കുന്ന അപമാനം വളരെ വലുതാണ്. ഈ വാനരൻ ഇങ്ങോട്ട് അയച്ചത് 2 മനുഷ്യരാണ്. ദശരഥന്റെ പുത്രൻ രാമനാണ് അതിൽ പ്രധാനം. നാം അറിയുന്നു, രാമന്റെ നേതൃത്വത്തിൽ കടൽക്കരയിൽ വാനരന്മാരെ കൂട്ടുചേർത്തുകൊണ്ട് ഇവിടേക്ക് യുദ്ധം ചെയ്യുവാൻ അവർ ഒരുങ്ങുകയാണ്. ഇത് നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് രാവണൻ തൻ്റെ സദസ്സിൽ ചർച്ചയ്ക്കായി വിഷയം അവതരിപ്പിച്ചു. മുൻപ് രാവണൻ്റെ രീതിയല്ലാത്ത ഒരു രീതിയാണ് ആദ്യമായി രാവണൻ ഇങ്ങനെ
ചർച്ചയ്ക്കായി ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ മന്ത്രിമാർക്കും മറ്റ് രാഷ്ട്രീയ പ്രമുഖർക്കുമൊക്കെ ഒരു സംശയം, രാമനുള്ളിൽ ഭയമുണ്ടോ എന്ന്. ശ്രീരാമനെ രാവണൻ ഭയക്കുന്നുണ്ടോ എന്ന ഒരു ചെറിയ സംശയം ഈ മന്ത്രിമാരുടെ ചിന്തയിലുണ്ടായി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, എന്താ മഹാരാജൻ ഈ വിധത്തിൽ സംസാരിക്കുന്നതെന്ന്. പക്ഷെ അവർ അതിവേഗം തന്നെ രാവണനെക്കുറിച്ച് പുകഴ്ത്താൻ തുടങ്ങി. രാവണന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, രാവണൻ അതുവരെ ചെയ്തു കൂട്ടിയ വീരകൃത്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങി. രാവണനപ്പോൾ വീണ്ടും സന്തോഷമായി. രാവണന്റെ മുഖത്ത് നഷ്ടപ്പെട്ടു നിന്ന ചൈതന്യം പതുക്കെ മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. രാവണൻ സ്വർഗം ആക്രമിച്ചതും ദേവേന്ദ്രനെ തോൽപ്പിച്ചതും, രാവണന്റെ പുത്രൻ മേഘനാഥൻ ഇന്ദ്രനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നതും, പുത്രൻ ഇന്ദ്രജിത്ത് എന്ന പേര് നൽകി ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചതും ഒക്കെ ആയ കാര്യങ്ങൾ ഈ മന്ത്രിപ്രമുഖരും രാക്ഷസ പ്രമുഖരുമൊക്കെ പറയുവാൻ തുടങ്ങി. അത് പറയുമ്പോൾ ഓരോന്നും രാവണനിൽ കൂടുതൽ സന്തോഷം പകർന്നു. കൈലാസത്തെ കയ്യിലെടുത്താടുവാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ശ്രീപരമേശ്വരൻ കൈലാസം ചവിട്ടിയപ്പോൾ, താഴോട്ട് ചവിട്ടി വിരലുറപ്പിച്ചപ്പോൾ ആ വേദന തൻ്റെ കയ്യിലെ വീണയാക്കി കൈലാസത്തെ മാറ്റിക്കൊണ്ട് ശിവനെ തപസ് ചെയ്ത രാവണന്റെ മഹത്വത്തെക്കുറിച്ച് ശ്രീപരമേശ്വരൻ രാവണനിൽ സംപ്രീതനായി ചന്ദ്രഹാസ്ത്രം എന്ന ആയുധം നൽകിയതുമൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ രാവണൻ ഇങ്ങനെ സന്തോഷം ആയി തുടങ്ങി. രാവണനെ കാലന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നും, കാലനെ തോൽപ്പിച്ച ആളാണ് രാവണനെന്നും, കുബേരനെ തോൽപ്പിച്ച് പുഷ്പവിമാനം കൈയാക്കിയ കാര്യവും, ഇതൊക്കെ എല്ലാം പറയുമ്പോൾ രാവണൻ ഓരോന്ന് കേൾക്കുന്നതോടെ രാവണൻ കൂടുതൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും മാറിക്കൊണ്ടേയിരുന്നു. ഈ സമയം ഈ വാഴ്ത്തലുകളെല്ലാം കേട്ടുകൊണ്ട് രാവണന്റെ അനുജൻ കുംഭകർണൻ സദസ്സിലേക്ക് വന്നു. കുംഭകർണൻ നിദ്ര പൂർണ്ണമായി മാറിയിരുന്നില്ല. അടുത്ത നിദ്രയ്ക്ക് പോകുന്നതിന് മുമ്പാണ് കുംഭകർണൻ വന്നത്. കുംഭകർണൻ വന്നു, രാവണനെ വണങ്ങി അവിടെ ഇരുന്നു. കുംഭകർണനോട് സംസാരിച്ചു തുടങ്ങി. കുംഭകർണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ നമ്മുടെ പിതാവിന് തുല്യമാണ്. ജ്യേഷ്ഠന്റെ വിജയം നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നടന്ന കാര്യമൊക്കെ നാം അറിഞ്ഞു. ഹനുമാൻ പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് കുംഭകർണനെതിരിലായിരുന്നു. പക്ഷേ എല്ലാ വിവരങ്ങളും താൻ അറിഞ്ഞു എന്ന് കുംഭകർണൻ സംസാരമധ്യേ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് കുംഭകർണൻ വളരെ വിനയത്തോടുകൂടി രാവണനോട് പറഞ്ഞു, പ്രിയ ജ്യേഷ്ഠ ദശാനന, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വന്ന് ഈ വിധം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിപ്പോയ വാനരൻ കേവലം ഒരു വാനരനല്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അങ്ങ് കരുതുന്നത് മാതിരി മനുഷ്യനായി കാണുന്ന ശ്രീരാമൻ കേവലം ഒരു മനുഷ്യനല്ല എന്ന കാര്യം മനസ്സിലാക്കണം.
സാക്ഷാൽ ശ്രീഹരിയുടെ അവതാരമാണ്, നാരായണനാണ്. ശ്രീരാമദേവന്റെ ശത്രുത ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് വളരെ അപകടമാണ്. അങ്ങിവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന സീതാദേവി, ജാനകി, മഹാലക്ഷ്മിയാണ്, ശ്രീഭഗവതിയാണ്. ശ്രീഭഗവതി ഇവിടെ കൊണ്ടുവന്ന് അകാരണമായി പാർപ്പിക്കാൻ തുടങ്ങി അന്നു മുതൽ ലങ്ക നാശത്തിലേക്കാണ്. അങ്ങിത് മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത്, അങ്ങ് സീതാദേവിയെ ശ്രീരാമദേവന്റെ മുന്നിൽ കൊണ്ട് മടക്കി വിടണം, തിരിച്ചുകൊണ്ട് വിടണം. അത് കഴിഞ്ഞ് ശ്രീരാമദേവനോട് ക്ഷമ പറയുവാൻ തയ്യാറാകണം. കുംഭകർണൻ ഈ വിധം പറഞ്ഞ് സംസാരിച്ച് എണീറ്റു. കൂടുതൽ സംസാരിക്കുവാൻ നിന്നില്ല. ഇത്ര കാര്യം പറയും. ഒരൊറ്റ വാക്യം പറയുന്നത് പോലെ തൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ രാവണനോട്, തൻ്റെ ജ്യേഷ്ഠനോട് വെട്ടിത്തുറന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തനിക്ക് ഉറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് കുംഭകർണൻ അവിടെ നിന്നും മടങ്ങി. ഇപ്പൊ കുംഭകർണൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് രാവണന്റെ പുത്രൻ ഇന്ദ്രജിത്ത് വരുന്നത്. ഇന്ദ്രജിത്ത് കേട്ടു കുംഭകർണൻ പറയുന്നത്. ഹനുമാന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ശ്രീരാമന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു, മനുഷ്യന്റെ മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഇന്ദ്രജിത്ത് വരുന്നത്. പൊതുവിൽ തന്നെ ഇന്ദ്രജിത്ത് തൻ്റെ പിതാവിനെ അല്ലാതെ മറ്റാരെയും അംഗീകരിക്കാറുണ്ടായിരുന്നില്ല. കുംഭകർണനായാലും വിഭീഷണനായാലും തൻ്റെ അച്ഛൻ്റെ അനുജന്മാരായ ആളുകളായാലും മറ്റ് ബന്ധുജനങ്ങളിൽപ്പെട്ട ഏത് ദൈത്യനെ ആയാലും ഏത് ദൈത്യ പ്രമുഖനായാലും ഇന്ദ്രജിത്ത് അംഗീകരിച്ചിരുന്നില്ല. അവരുടെ ഉപദേശം കേൾക്കുവാനോ അവരുടെ വർത്തമാനം കേൾക്കുവാനോ അവരുടെ കഴിവിനെ അംഗീകരിക്കുവാനോ ഇന്ദ്രജിത്തിന് വലിയ മടിയായിരുന്നു, ചെയ്തിരുന്നില്ല. സ്വാഭാവികമായും കുംഭകർണൻ ഇത് പറയുമ്പോൾ ഇന്ദ്രജിത്തിന് തൻ്റെ അച്ഛനായ മഹാരാജൻ ചക്രവർത്തി രാവണനെ ഈ വിധത്തിൽ കൊച്ചാക്കി സംസാരിക്കുന്നു എന്നുള്ള തോന്നലാണ് ഇന്ദ്രജിത്തിനുണ്ടായത്. ഇന്ദ്രജിത്ത് ഇടപെട്ടുകൊണ്ട് രാവണനോട് പറഞ്ഞു, മുഴുവൻ മാന്യരെയും ഈ മനുഷ്യരെയും നാം ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തും. ഒരു കാരണവശാലും എൻ്റെ പിതാവ് ദുഃഖിക്കാനിട വരരുത് എന്ന് പറഞ്ഞ് രാവണനെ വീണ്ടും ആവേശഭരിതനാക്കി. അത് കഴിഞ്ഞ് ഇന്ദ്രജിത്ത് പോയി. ഒരേ കഴിയുമ്പോഴാണ് രാവണന്റെ ഇളയ സഹോദരൻ വിഭീഷണൻ അവിടേക്ക് വന്നു. വളരെ ലളിതമായ വേഷധാരിയായ വിഭീഷണൻ വരുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി രാവണൻ തൻ്റെ സമീപത്ത് പിടിച്ചിരുത്തി. ആ വാത്സല്യവും സ്നേഹവുമൊക്കെ സാധാരണ നിലയിൽ തന്നെ എപ്പോഴും രാവണനിൽ നിന്ന് വിഭീഷണൻ ലഭിക്കാറുണ്ടായിരുന്നു. ഇളയ അനുജൻ എന്ന നിലയിൽ സാത്വികനായ അനുജനായതുകൊണ്ട് തന്നെ പലപ്പോഴും വിഭീഷണന്റെ വാക്കുകൾക്ക് രാവണൻ ചെവി കൊടുക്കുമായിരുന്നു, കേൾക്കുമായിരുന്നു. ആ വിഭീഷണനെയാണ് തൻ്റെ അടുത്ത് പിടിച്ചിരുത്തിയത്. അത് കഴിഞ്ഞ് വിഭീഷണനോടായി രാവണൻ ചോദിച്ചു, നേരത്തെ സദസ്സിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചു.
വിഭീഷൺ മെല്ലെ സംസാരിച്ചു തുടങ്ങി. വിഭീഷൺ ഓരോരോ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളെക്കുറിച്ചും ഗൗരവപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. സംസാരമധ്യേ ലോകമടക്കിവാണ ഹിരണ്യകശിപുവിൻ്റെ കാര്യവും സംസാര വിഷയമായി. ഹിരണ്യകശിപു തന്നെ എല്ലാവരും വാഴ്ത്തണം, നാരായണായ നമഃ എന്ന് ചൊല്ലിയിരുന്ന മന്ത്രം മേലിലാരും ഉച്ചരിക്കരുതെന്നും ഹിരണ്യായ നമഃ എന്ന് ചൊല്ലണമെന്ന് കൽപ്പിക്കുകയും മാലോകരെ കൊണ്ട് ആ വിധം ചൊല്ലിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു ഹിരണ്യകശിപു. ലോകമടക്കിവാണ ചക്രവർത്തിയാണ്. ഹിരണ്യകശിപു സകലമാന പേരും തന്നെ വാഴ്ത്തണം, ഹിരണ്യകശിപുവിനെ വാഴ്ത്തണം, ഹിരണ്യായ നമഃ എന്ന് ചൊല്ലണം എന്ന് കൽപ്പിച്ച് ഭരണം നടത്തിയിരുന്ന ആളാണ്. ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ പ്രഹ്ലാദനെ പഠിപ്പിക്കുന്ന ഗുരു തൻ്റെ വ്യസനസ്ഥിതി ഹിരണ്യകശിപുവിനെ കണ്ട് പറയുന്നത്, നാം പഠിപ്പിക്കുമ്പോൾ ഹിരണ്യായ നമഃ എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ പുത്രൻ, രാജപുത്രൻ പ്രഹ്ലാദൻ അത് നാരായണായ നമഃ എന്നാണ് ചൊല്ലുന്നത്. അപ്പോൾ അത് കേട്ട് ഹിരണ്യൻ പെട്ടെന്ന് അസ്വസ്ഥനായി. പ്രഹ്ലാദനെ കൊണ്ട് പല പ്രാവശ്യം പറയിപ്പിച്ച് നാരായണ നമഃ എന്ന് മാറ്റിയെടുക്കണം എന്ന് നിർദ്ദേശിച്ചു. ഇവരിങ്ങനെ പ്രഹ്ലാദനോട് ഹിരണ്യായ നമഃ ഹിരണ്യായ നമഃ എന്ന് ചൊല്ലാൻ പല ആവർത്തി പല വഴിയിലൂടെ പല പ്രവർത്തനങ്ങളിലൂടെ ആവശ്യപ്പെടുമ്പോഴൊക്കെ തന്നെ നാരായണായ നാരായണായ നമഃ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. പ്രഹ്ലാദനെ പല വിധത്തിൽ മർദ്ദിക്കുവാൻ ഹിരണ്യകശിപു നിർദ്ദേശം നൽകി. ആ മർദ്ദനങ്ങളോ ആ ഭീഷണിപ്പെടുത്തലോ ആ അപകടപ്പെടുത്തലോ ഒന്നും തന്നെ പ്രഹ്ലാദനിൽ ഒരു മാറ്റവും സംഭവിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതൊന്നും പ്രഹ്ലാദനിൽ ഏറ്റതുമില്ല. ഈ സമയം ഹിരണ്യകശിപു നേരിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു, നീ പറയുന്ന നാരായണൻ എല്ലായിടത്തും ഉണ്ടോ? എവിടെയാണുള്ളത്? അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലായിടത്തും, തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകുമ്പോൾ ഹിരണ്യകശിപുവിനുള്ള വരദാനമുണ്ട്. തന്നെ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പകലോ രാത്രിയിലോ ആർക്കും വധിക്കാൻ കഴിയരുത് എന്നുള്ള വരം കിട്ടിയിട്ടുള്ള ആളാണ് ഹിരണ്യകശിപു. അപ്പം അതിൻ്റെതായ ഒരു അഹങ്കാരമുണ്ട്, ആരും വധിക്കത്തില്ല, ആരാലും വധിക്കപ്പെടാൻ പറ്റില്ല എന്ന്. ഇത് ഈ സംസാരിക്കുന്ന പ്രഹ്ലാദനുമായിട്ട് സംസാരിക്കുന്നത് ത്രിസന്ധ്യ സമയത്താണ്. ആ ത്രിസന്ധ്യ സമയത്ത് ഈ വിധം പ്രഹ്ലാദനോട് ചോദിച്ചു, എവിടെയാണ് നാരായണൻ? അവിടെ ഉണ്ടോ, ഇവിടെയുണ്ടോ എന്ന് ചോദിച്ച്, ഈ തൂണിലുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു ദേഷ്യം വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗദയെടുത്ത് ആ തൂണിലടിച്ചു. അപ്പോൾ തൂണ് പിളർന്ന് പകുതി മനുഷ്യനും പകുതി സിംഹവുമായിട്ടുള്ള നരസിംഹം പുറത്തു വരികയും ഹിരണ്യകശിപുമായി യുദ്ധം ഉണ്ടാവുകയും ഹിരണ്യകശിപുവിനെ പിടിച്ച് ആകാശത്തും ഭൂമിയിലുമല്ല തൻ്റെ മടിയിൽ കിടത്തി വധിക്കുകയും ചെയ്തു. സർവപ്രതാപിയായി വാണ്ടുന്ന ഹിരണ്യകശിപുവിനെ വധിക്കാൻ ശ്രീഹരി നാരായണൻ
നരസിംഹാവതാരമെടുത്ത് വന്നതുപോലെ ഇന്ന് സർവപ്രതാപിയായി ലോകം വാഴുന്ന എൻ്റെ ജ്യേഷ്ഠൻ രാവണനെ വധിക്കുവാനായിട്ടുള്ള അവതാരമൂർത്തിയാണ് ശ്രീരാമൻ. ശ്രീരാമനെ ശത്രുവാക്കുന്നത് ശ്രീരാമൻ്റെ ഭാര്യ സീതാദേവി സാക്ഷാൽ ഭഗവതിയാണ്, മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നതും ജ്യേഷ്ഠ ദശാനന അത് തെറ്റാണ്. ദയവായി അങ്ങ് സീതാദേവിയെ ശ്രീരാമവധങ്ങളിൽ കൊണ്ട് തിരിച്ചേൽപ്പിക്കണം. ഇത് കേട്ട് രാവണൻ ക്ഷുഭിതനായി. രാവണൻ വിഭീഷണോട് ചോദിച്ചു, വിഭീഷണ, നീ എൻ്റെ മിത്രമോ ബന്ധുവോ ശത്രുവോ?